ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധ തൃത്വം എന്നതിൻ്റെ 5-ാം എപ്പിസോഡാണ്. പ്രൈസ് ദ ലോർഡ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതായത് യേശുവിൽ വിശ്വസിക്കുകയും പശ്ചാത്തപിച്ച് പാപമോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവ കൂട്ടായ്മയിൽ വീണ്ടും ചേർക്കപ്പെടുന്നു എന്നർത്ഥം. ഇതുതന്നെയാണ് വിശ്വാസികളുടെ സഭാ സമൂഹത്തിലും ഉണ്ടാകേണ്ടത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 32-ാം തിരുവചനം. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതു സ്വത്തായിരുന്നു. ത്രിത്വേക ദൈവ കൂട്ടായ്മയുടെ മുൻ ആസ്വാദനമാണ് ഈ ലോകത്തിലെ വിശ്വാസികളുടെ കൂട്ടായ്മ അഥവാ സഭ എന്നർത്ഥം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ത്രിത്വൈക ദൈവ കൂട്ടായ്മയുടെ സ്വഭാവമാണ് ഓരോ കുടുംബങ്ങളിലും നാം ദർശിക്കേണ്ടത്. പരസ്പരം അംഗീകരിക്കുകയും സ്നേഹിക്കുകയും പങ്കുവെക്കുകയും ചെയ്ത് ഒരു കുടുംബമായി വളരുക എന്നത് മനുഷ്യനെ സംബന്ധിച്ച് ദൈവിക പദ്ധതിയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളും ഗാർഹിക സഭ എന്നാണല്ലോ വിശേഷിപ്പിക്കപ്പെടുക. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം തിരുവചനം. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. കൂട്ടായ്മയിൽ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് നാം അനുഭവിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് എന്നർത്ഥം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കത്തോലിക്ക മതബോധന ഗ്രന്ഥം അഥവാ CCC 292-ാം ഖണ്ഡിക പറയുന്നു, പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ കരങ്ങളാണെന്ന് പറയാം. അതുകൊണ്ട് സൃഷ്ടികർമ്മവും രക്ഷാകര കർമ്മവും ശുദ്ധീകരണ കർമ്മവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പൊതുപ്രവൃത്തിയാണ്. പുത്രനും പരിശുദ്ധാത്മാവും ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് നമ്മുടെ മധ്യേ വസിക്കുവാനും ത്രിത്വൈക ദൈവ കൂട്ടായ്മയിലേക്ക് നമ്മെ ആനയിക്കുവാനുമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ബ്രസീലിയൻകാരനായ ലയനാർഡോ ബോഫിൻ്റെ അഭിപ്രായത്തിൽ, ആരാണ് ഈ ലയനാർഡോ ബോഫ് എന്ന് പറയുന്നത്? ജർമ്മനിയിലെ മ്യൂണിക് സർവകലാശാലയിൽ പ്രൊഫസറായിരുന്ന ജോസഫ് റാറ്റ്സിംഗറുടെ മേൽനോട്ടത്തിൽ ഗവേഷണ പ്രബന്ധം രചിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ആരാണ് ജോസഫ് റാറ്റ്സിംഗർ? നമ്മുടെ ബെനഡിക്റ്റ് 16-ാമൻ പാപ്പയാണെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പം അങ്ങനെ ഈ ബോഫിൻ്റെ അഭിപ്രായത്തിൽ പരിശുദ്ധ ത്രിത്വം എന്നത് അർത്ഥമാക്കുന്നത് ഓരോ വ്യക്തിയും മറ്റ് 2 വ്യക്തികളിൽ ഉൾച്ചേരുകയും അവർ പ്രസ്തുത വ്യക്തിയിൽ ഉൾച്ചേരുകയും ചെയ്യുന്ന അവസ്ഥയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.
ഒന്നുകൂടെ വിശദീകരിക്കാം. പിതാവ് പൂർണ്ണമായും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഉൾച്ചേർന്നിരിക്കുന്നു. അതാണ് ഓരോ വ്യക്തിയും മറ്റ് രണ്ട് വ്യക്തികളിൽ ഉൾച്ചേരുന്നു എന്ന് പറയുന്നത്. വീണ്ടും പുത്രൻ പൂർണ്ണമായും പിതാവിലും പരിശുദ്ധാത്മാവിലും ഉൾച്ചേരുന്നു. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്, അവർ പ്രസ്തുത വ്യക്തിയിൽ ഉൾച്ചേരുന്നു എന്നുള്ളത്. വീണ്ടും പരിശുദ്ധാത്മാവ് പൂർണ്ണമായും പിതാവിലും പുത്രനിലും ഉൾച്ചേരുന്നു. ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ, പിതാവ് പൂർണ്ണമായും പുത്രനിലും പരിശുദ്ധാത്മാവിലും ആണ്. പുത്രൻ പൂർണ്ണമായും പിതാവിലും പരിശുദ്ധാത്മാവിലുമാണ്. പരിശുദ്ധാത്മാവ് പൂർണ്ണമായും പിതാവിലും പുത്രനിലുമാണ്. നിത്യതയിൽ ആരും മറ്റൊരു വ്യക്തിക്ക് മുമ്പല്ല. മഹത്വത്തിൽ ആരും മറ്റൊരു വ്യക്തിക്ക് മുകളിലല്ല. ശക്തിയിൽ ആരും മറ്റൊരു വ്യക്തിയെ അതിലംഘിക്കുന്നുമില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശു എപ്പോഴും ദൈവത്തെ ആബാ, പിതാവേ എന്നാണ് വിളിച്ചിരുന്നത്. ദൈവത്തെ പിതാവേ എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് താൻ പുത്രനാണ് എന്ന വികാരത്തെയാണ്. പിതാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? തൻ്റെ രാജ്യം ലോകത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് പിതാവ് പ്രവർത്തിക്കുന്നത്. യേശു തൻ്റെ പ്രഘോഷണത്തിൻ്റെ കേന്ദ്ര വിഷയമാക്കിയത് തന്നെ ദൈവരാജ്യത്തിൻ്റെ സന്ദേശമാണ്. അതല്ലേ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ കാണുക. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം തിരുവചനം. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. മിശിഹായിൽ പ്രിയമുള്ളവരെ, രാജ്യം എന്നതുകൊണ്ട് രാജാവിന് ആധിപത്യമുള്ള ഒരു ഭൂപ്രദേശം എന്നല്ല അർത്ഥമാക്കുന്നത്. സൃഷ്ടജാലങ്ങളെ, അതായത് മനുഷ്യനുൾപ്പെടെ എല്ലാ സൃഷ്ടികളെയും തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ഭിന്നതയിൽ നിന്നും മരണത്തിൽ നിന്നും നിരന്തരം മോചിപ്പിച്ച്, എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിരന്തരം വിമോചിപ്പിച്ച് സ്നേഹവും ബന്ധവും ജീവനും സ്ഥാപിക്കുന്ന പിതാവിൻ്റെ പ്രവർത്തന ശൈലിയാണ് രാജ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, സ്നേഹമുള്ളിടത്തെ ബന്ധമുണ്ടാവുകയുള്ളൂ, ബന്ധമുള്ളിടത്തെ ജീവൻ ഉണ്ടാവുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാക്കാർക്കുള്ള ലേഖനം 14-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുക, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, പാപത്തിൻ്റെ ഭരണക്രമത്തിന് എതിരെയുള്ള വരപ്രസാദത്തിൻ്റെ ഭരണത്തെയാണ് ദൈവരാജ്യം എന്നതുകൊണ്ട് നാം വിവക്ഷിക്കുന്നത്. നീതി, സമാധാനം, സന്തോഷം, പരിശുദ്ധാത്മാവ്, ഇതൊക്കെയാണ് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുക, അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറയുന്നത്. ശേഷം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.
പ്രൈസ് ദ ലോർഡ്.